ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് ഉറപ്പാ ആരോ അത് മോഷ്ടിച്ചതാ. ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഫോൺ എടുത്തവൻ രക്തം ഛർദിച്ചു. ഒന്ന് നിർത്തണോ? ഇങ്ങനെയൊക്കെ പ്രാകാവോ? ഞാൻ പ്രാകും. സാറേ, സാറിന്റെ ഫോണും തരോ? ഒരു കോള് വിളിക്കാനായിരുന്നു. എടുത്തോ. നല്ല വെയില്. ഹലോ, പറയടാ. ഒരു സോഡ. ഞാൻ എന്റെ ഫോണൊന്ന് ചാർജ് ചെയ്തോട്ടെ. വെച്ചോ. എന്താ ചേട്ടാ, ഒരു ചായയും ഒരു പാക്കറ്റ് സിഗരറ്റും. അതെ, ഇവിടെ നിന്ന് ആളിത് എങ്ങോട്ട് പോയി? ഇപ്പൊ അങ്ങോട്ട് ഫോൺ എടുത്തോണ്ട് പോയി. എടാ, ഞാനേ കുറച്ച് തിരക്കില്ല, ഞാൻ കൊണ്ട് വിളിച്ചോളാം. ഓക്കെ, ശരി. ഇതെന്താ, ലൂസാണോ? എടോ ഡ്രൈവറെ, താനിപ്പോ സംസാരിച്ചില്ലേ ഒരു ഫോൺ? അതൊന്ന് കാണിച്ചേ. എന്തിന്? ഒന്ന് മറക്കേ. നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന വഴിക്ക് എന്റെ ഫോൺ ഏതോ കള്ളം മോഷ്ടിച്ചോണ്ട് പോയെന്നേ. മോഷ്ടിച്ചോണ്ട് പോയെന്നോ? അതെങ്ങനെ തനിക്ക് മനസ്സിലായി? അത് പിന്നെ, അല്ല, ചിലപ്പോ എവിടെയെങ്കിലും വെച്ച് മറന്നതോ തന്റെ ഒന്ന് കളഞ്ഞു പോയതാണെങ്കിലോ? ഏയ്, ഞാനങ്ങനെ മറന്നൊന്നും വെക്കില്ല. ഇതോരോ എന്റെ ഇത് മോഷ്ടിച്ചത് തന്നെയാ. എങ്കിൽ പിന്നെ ഒന്നുകൂടി വിളിച്ചു നോക്കാൻ പാടില്ലായിരുന്നോ? വിളിച്ചു നോക്കി. നേരത്തെ തന്റെ പോക്കറ്റിൽ കിടന്ന് ബെല്ലടിച്ചില്ലേ, അതേ റിംഗ് ടോൺ എന്റെയും. അതിപ്പോ ഒരേ റിംഗ് ടോൺ ആരൊക്കെ ഉപയോഗിക്കും? അല്ല, താനിപ്പോ എന്താ പറഞ്ഞു വരുന്നേ? തന്റെ ഫോൺ ഞാൻ മോഷ്ടിച്ചെന്നോ? ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റൂലല്ലോ. എന്നെ വിശ്വസിക്കാൻ കേട്ടോ? എനിക്ക് ഉറപ്പാ ആരോ അത് മോഷ്ടിച്ചതാ. ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഫോൺ എടുത്തവൻ രക്തം ഛർദിച്ചു. ഒന്ന് നിർത്തണോ? ഇങ്ങനെയൊക്കെ പ്രാകാവോ? ഞാൻ പ്രാകും. എടോ, ഇപ്പൊ തന്നെ എന്റെ വാച്ച് കാണാനില്ല. അത് കയ്യിൽ നിന്ന് എവിടെയെങ്കിലും ഊരി വീണതോ അല്ലെങ്കിൽ ഞാൻ തന്നെ എവിടെയെങ്കിലും മറന്നു വെച്ചതോ ആയിരിക്കാം. എന്ന് പറഞ്ഞ് ഞാൻ പ്രാവിയ ആ വാച്ച് കിട്ടിയ ആളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി.
അപ്പൊ ആ വാച്ച് ഇവന്റെ തന്നെയാണല്ലേ? ആവട്ടെ. വേണ്ട വേണ്ട. ആ. ദാ ഫോൺ. എന്റെ ഫോണാ. താനൊന്നുകൂടി വിളിച്ചു നോക്ക്. ചിലപ്പോ എടുത്താലോ? ആ ഹലോ. ആ ശിവദാസനെ കുടുംബത്തെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ആ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയാ അച്ഛന് ബലിയിടാൻ. ബലിയിട്ട് കഴിഞ്ഞ് ഞാൻ വിളിക്കുമ്പോ പോസിറ്റീവായ ഒരു ന്യൂസ് വേണം നീ പറയാൻ. അല്ലെങ്കിൽ ഞാൻ ആദ്യം നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. ഇല്ല സാർ, ഉറപ്പായും ഞാൻ അവരെ കണ്ടുപിടിക്കും. ശിവദാസൻ, സീത, കല്യാണി, ലക്ഷ്മി ഇവരിൽ ആരെങ്കിലും ഒരാളെ കിട്ടിയ ബാക്കി 3 എണ്ണത്തിനും കിട്ടും. ഓഫാക്കി കളഞ്ഞു തേണ്ടി. ഓശോ. ഈശ്വര, എന്റെ ഫോൺ എടുത്തവൻ എന്റെ അടുത്ത് വന്ന് കാൽക്കൽ വീണ് ഫോൺ മോഷ്ടിച്ചതിന് മോക്ക് പറയണേ. ഇതെന്റെ ഫോണാ. കഥകൾ പറയും ചെമ്പരത്തി, കവിത മൊഴിയും ചെമ്പരത്തി, മിഴിയഴകിലെ ചെമ്പരത്തി, പുതുമകളിലെ ചെമ്പരത്തി. ഇനി പറ, ഇപ്പൊ നിനക്ക് എന്ത് തോന്നുന്നു? കാര്യങ്ങളുടെ പോക്ക് ഇത്ര വേഗത്തിലാണെങ്കിലേ നീ എത്രയും വേഗം തന്നെ രമാനിലയത്തിലെ മരുമകളായി അവിടെ കയറി ചെല്ലും. അല്ല, ഇനി എന്താ അടുത്ത പരിപാടി? സംസാരം, മനസ്സ് തുറന്നുള്ള സംസാരം, നേരിട്ടല്ല, ദേ ഇതിലൂടെ. ചാറ്റിങ്ങോ? നീ അയക്കുന്ന മെസ്സേജിനൊക്കെ ടൈപ്പ് ചെയ്ത് റിപ്ലൈ തരാൻ മാത്രം പുള്ളിക്ക് സമയം കാണോ? അതിന് ആദ്യം മെസ്സേജ് ചെയ്യാൻ പോകുന്നത് ഞാനല്ല, നീ പറഞ്ഞ ആ പുള്ളി തന്നെ മെസ്സേജ് ചെയ്യും. അതെങ്ങനെ? ഡൺ. An unforgettable milestone in my life. Thank you, Arjun sir. ഇതൊരുമാതിരി പൈങ്കിളി പരിപാടിയല്ലേ? പ്രേമ എപ്പോഴും പൈങ്കിളി തന്നെയാ മോളെ. നീ നോക്കിക്കോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. താങ്ക്സ് ഐശ്വര്യ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ, സമ്മതിച്ചു നിന്നെ ഞാൻ. മറുപടി അയക്ക്. സാറും ഇന്ന് എൻ്റെ കൂടെ ഹാപ്പി ആയിരുന്നല്ലോ അല്ലേ? ഇംഗ്ലീഷിൽ അയക്ക്. വേണ്ട, മംഗ്ലീഷ് മതി. എക്സ്ക്യൂസ് മീ, എനിക്കും സാറിനും കുറച്ച് പ്രൈവസി വേണം. ഒന്ന് പോയി തരോ?
അയക്കും.